നമ്മുടെ പുതിയ തലമുറ, അതായത് മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠനം കഴിഞ്ഞ ഉടനെ, അതായത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഹയർ സ്റ്റഡീസിനായി പോകാൻ താല്പര്യപ്പെടുന്നവരാണ്. ഈ വിദേശ പഠനം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൻ്റെ ഒരു പ്രാധാന്യം എടുത്ത് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം മീഡിയ വൺ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. യു ക്യാൻ ഫ്ലൈ വിത്ത് ദിലീപ് രാധാകൃഷ്ണൻ എന്ന പ്രോഗ്രാം. ഏകദേശം 14ഓളം രാജ്യങ്ങൾ, നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. അതിനുശേഷം ഏകദേശം 14ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്ത് സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ കൾച്ചർ പഠിച്ച് അദ്ദേഹം തിരിച്ചെത്തുകയാണ്. അത് ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്, ഞങ്ങളുടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുകയാണ്. യാതൊരുവിധ സ്ക്രിപ്റ്റും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു തരികയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇന്ന് അതിഥിയായി അദ്ദേഹമാണ് നമ്മുടെ കൂടെയുള്ളത്, ദിലീപ് രാധാകൃഷ്ണൻ സാറാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലെ പഠന സാധ്യതകൾ, ഇത് നമുക്ക് മലയാളി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വിദേശ രാജ്യത്തെ പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ക്രേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു 5 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 3 പേരും വിദേശത്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ എന്താണ് സർ നമ്മളെ വിദേശ രാജ്യത്തെ പഠനം ആകർഷിക്കാനുള്ള കാരണം? ഈ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങോ കാര്യങ്ങളോ ഒന്നല്ല. ഇവിടെ പോയി സംസാരിച്ചപ്പോൾ അവിടെ വർക്ക് വിസയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ, PR ഹോൾഡേഴ്സ്, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇവരൊക്കെ നോക്കുന്നത് യൂണിവേഴ്സിറ്റി റാങ്കിങ് നോക്കിയിട്ടൊന്നല്ല പോകുന്നത്. അവരുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ടുള്ള ഒരു സർവേയിലും അത് തന്നെയാണ് കണ്ടത്. ഓൾ ഇന്ത്യ നടത്തിയിട്ടുള്ള സർവേയിൽ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കിയിട്ടാണ് അവർ പോകുന്നത്. യൂണിവേഴ്സിറ്റി റാങ്കിങ് ഡെഫിനറ്റ്ലി ആണ്, മികച്ച ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ക്രൈറ്റീരിയ ഇത് തന്നെയാണ്. അത് ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മുടെ നാട്ടിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒഴുക്ക് കുറയും. സാർ, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തന്നെ 14ഓളം സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. സാറിന് ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം, അത് വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് എത്തിക്കണം, ആ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടിലേക്ക് പോകാനുള്ള കാര്യം എന്തായിരുന്നു? ഇന്ന് എല്ലാ സ്ഥലത്തിലുള്ള ഒരു വാർത്തകളും, നമുക്കറിയാം ഒരു 10-15 വർഷം മുന്നേ ഓസ്ട്രേലിയ ഭയങ്കര ഒരു ഡെസ്റ്റിനേഷനായിരുന്നു. PR എന്നുള്ള ആസ്പെക്റ്റിലാണ്, ഈ സെറ്റിൽ ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റിലാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പിന്നീട് UK വന്നു, പിന്നെ കാനഡ വന്നു, ഇപ്പോൾ കാനഡയും കഴിഞ്ഞു, ഇപ്പോൾ ഫ്രാൻസിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യാനുള്ളൊരു ഓട്ടത്തിലാണ് പലപ്പോഴും അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത മൈഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങൾ വേണമെന്നൊന്നുമില്ല. വേറെ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷനിൽ പോയി പെടരുത്. എന്താണ് അവിടുത്തെ ഉള്ള ആളുകൾക്ക് പറയാനുള്ളത്, കുട്ടികൾ എന്ത് പറയണു, ഒരു 10-20 വർഷം മുന്നേ ആ മാർക്കറ്റിൽ സെറ്റിൽ ചെയ്ത ആൾക്കാരുടെ എന്താ അഭിപ്രായം, അവരെ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കണം തോന്നി. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ മുന്നേ ഉള്ള ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ പറയാറുണ്ട്, വ്യക്തമായി പറയാറുണ്ട്, കാനഡയുടെ ഒരു തിരിച്ചടി അധികം വൈകില്ല എന്ന്. ഇപ്പോൾ 2 ദിവസം മുന്നേ വന്നൊരു ന്യൂസ് നമുക്കറിയാം, 35% കുറച്ചു ടോട്ടൽ സ്റ്റഡി പെർമിറ്റ് വിസ. ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകണമെങ്കിൽ 1 ഇയറിന്റെ കോളേജ് സംവിധാനം ഇനി അത് പറ്റില്ല. അതായത് മെജോറിറ്റിയും കോളേജുകളാണ് അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊടുക്കുന്നത്. നമ്മൾ അത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമാന്ന് വിചാരിച്ച് പോവുകയാണ്, അവിടേക്കല്ല പോകുന്നത്. അപ്പോൾ ഇനി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനെ സാധ്യതയുള്ളൂ. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷൻ മൈഗ്രേഷൻ ഫ്രണ്ട്ലി ആകുമ്പോൾ അവിടുത്തെ ലൂപ്പ് ഹോളുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ മൈഗ്രേഷന് എത്തുന്ന ആളുകളെ, അത് നോക്കി വരുന്ന ആൾക്കാരെ എങ്ങനെയും ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫ്രാൻസിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഈ സ്റ്റേ ബാക്കിൻ്റെ കൂട്ടി ഇപ്പോൾ ഫ്രാൻസിലും ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. അത് നോക്കി നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഈ ഒഴുക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന് ഒരു പോയിന്റ് കഴിഞ്ഞാലാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, വർക്ക് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പാർട്ട് ടൈമിൻ്റെ ബുദ്ധിമുട്ട്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. വിദ്യാർത്ഥികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞതുപോലെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവരുടെ ഹയർ സ്റ്റഡീസ്, അവർക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഒരുപാട് കൺസൾട്ടൻസീസും ഉണ്ട് ഇപ്പോൾ. കാരണം അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയായ രീതിയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഒരു കൺസൾട്ടന്റിന്റെ ബേസിക്കലി ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു വിസയുടെ ഭാഗത്താണ്. കാരണം ഒരു ഓഫർ ലെറ്റർ എടുക്കുക എന്നല്ല അതിന് കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ വിസ ഡോക്യുമെന്റേഷൻ ആണ്. അപ്പോൾ ഒരു കൺസൾട്ടന്റിന്റെ ശരിക്കുള്ളൊരു കൺസൾട്ടന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്, ഒരാളുടെ പ്രൊഫൈൽ കിട്ടുമ്പോൾ അയാൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി, അത് അയാൾക്ക് താല്പര്യമുള്ള രാജ്യത്ത് എത്രമാത്രം പ്രോമിനൻ്റ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് ആ രാജ്യമാണ് നല്ലത് ഇന്ന കാരണം കൊണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് യഥാർത്ഥ കൺസൾട്ടൻ്റ്. അതൊന്നും നടക്കുന്നില്ല പലപ്പോഴും. ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി പേര് വെച്ചാൽ എല്ലാവരും കൺസൾട്ടൻ്റായി മാറുകയാണ്. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻറ്റൻഷൻ്റെ തന്നെ
ഒരു കൺസൾട്ടന്റ് തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞാലും അത് വിശ്വസിക്കാത്തത് നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് ഈ പ്രോഗ്രാം മാറണം എന്നതായിരുന്നു ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്യേണ്ട ഉദ്ദേശം. അതെ, തീർച്ചയായും അത് വിജയത്തിൽ എത്തിയെന്ന് നമുക്ക് നിസ്സംശയം പറയാനും പറ്റുന്നുണ്ട്. മറ്റൊരു സംശയം സാർ, ഇപ്പോൾ കാനഡയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കിയാൽ നമുക്കറിയാം ഖലിസ്ഥാൻ നിജറിൻ്റെ കൊലപാതകത്തിനൊക്കെ ശേഷം നമ്മുടെ നയതന്ത്ര ബന്ധമൊക്കെ കുറച്ചൊന്ന് പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്തായി അവിടെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് അവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടെന്നല്ല. ഈ ഒഴുക്ക് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആകുമായിരുന്നു. ഒരു രാജ്യം ഇത്രയും നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളെ ആർക്കാണ് വേണ്ടത്? അതായത് നമ്മൾ ഒരു എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവറാണ്, ആരും ആയിക്കോട്ടെ. അപ്പോൾ ഏത് രാജ്യത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രി ഏറ്റവും പ്രബലമായിട്ടുള്ളത്, നമ്മൾ ആ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യം നമ്മൾ തള്ളിക്കളയില്ല. മറിച്ച് നമ്മളെ വേണ്ടാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എങ്ങനെയും കയറി ചെല്ലുമ്പോൾ അത് ഇന്നോ നാളെയോ നമുക്കൊരു തിരിച്ചടിയായിട്ട് വരും. ഇതാണ് അതിൻ്റെ ലോജിക്ക്. നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളതാണ്, കേട്ടറിവ് മാത്രമേ ഉള്ളൂ, അറിയില്ല. ഈ യൂറോപ്യൻസിനൊക്കെ ഇന്ത്യൻസിൻ്റെ അടുത്ത് ഭയങ്കര പുച്ഛമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സാർ ഇപ്പോൾ അവിടെയൊക്കെ പോയല്ലോ, എന്താണ് സാറിന് തോന്നുന്നത്? അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ തേക്കാനായിട്ട് വരുമ്പോൾ അവരെ നമ്മൾ വളരെ മോശമായി പാണ്ടികൾ എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ അവനെ ബംഗാളി എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഏത് അളവ് വരെയും അയാളെ പരിഹസിക്കാം. മറിച്ച് ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാനായിട്ട് അവർ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഇപ്പോൾ കാനഡയിലും ഓസ്ട്രേലിയയിലും US-ലും വരെ, US എന്ന് പറയുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് കൺട്രിയാണല്ലേ, അവിടെ വരെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അത് ഇത്തരത്തിലുള്ള വേർതിരിവുള്ള മനുഷ്യന്മാർ എല്ലാ ലോകത്തിൻ്റെ ഭാഗത്തുമുണ്ട്. യൂറോപ്പിൽ കൂടുതൽ വേർതിരിവുള്ള ആൾക്കാരും നമുക്ക് കുറവൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൽ ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചറൊക്കെ ആയിട്ട് എങ്ങനെയാണ് സാർ? ഇപ്പോൾ ഈ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയ ശേഷം തന്നെ 10-14 കൺട്രീസ് സാറ് വിസിറ്റ് ചെയ്തു, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറുമായിട്ടൊക്കെ സിങ്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും? ബുദ്ധിമുട്ടാവരുത്. ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, പാരൻസ് വിളിക്കുമ്പോൾ പറയും അവിടെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ആരും ഇല്ലേ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് എങ്ങനെ കുട്ടി അവിടെ എത്തുക? അപ്പം ഞാൻ പറയും നമ്മുടെ നാട്ടിൽ ഡൽഹിയിലോ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ക്രൈം റേറ്റിൻ്റെ പകുതിയുടെ പകുതി പോലും ഈ സ്ഥലങ്ങളിലില്ല. നമ്മളൊരു Airbnb ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയ ഒരു ടാക്സി ആ അഡ്രസ്സ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിച്ചേരും. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത് നമുക്കൊരു എക്സ്പോഷർ കിട്ടാനാണ്. നമ്മൾ അവിടെ ചെന്ന് മലയാളികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഇതേ കൾച്ചർ അവിടെ പോയി പറിച്ച് നടാനാണെങ്കിൽ നമ്മൾ ഇതിന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മൈൻഡ് ഓപ്പൺ ആയിരിക്കണം. അത് പുതിയൊരു കൾച്ചറാണ്. ഇപ്പോൾ ഡെൻമാർക്കിൽ നിന്ന് സ്വീഡനിൽ എത്തിയാൽ തന്നെ നമുക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യും. അതേപോലെ നെതർലാൻഡ്സിൽ ഒക്കെ ഓരോ സ്ഥലത്തിനും ഓരോ കൾച്ചർ ഉണ്ട്. ചില ആൾക്കാർ കുറച്ച് ഒരു കൺസർവേറ്റീവ് ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. നമ്മൾ കുറ്റപ്പെടുത്താനല്ല പോകുന്നത്. നമ്മളൊരു പുതിയ കൾച്ചറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ കൾച്ചറുമായിട്ട് ഇഴുകി ചേരണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നടത്തും ട്രാവലിംഗ്. സാർ, അപ്പോൾ ഈ ഭാഷ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ആവുന്നത് സാറിന് തോന്നിയിട്ടുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ യൂറോപ്പിൽ പ്രത്യേകിച്ച് ഉണ്ടെന്ന് ഞാൻ പറയും. അതായത് മുന്നത്തെ ഒരു തലമുറ അങ്ങനത്തെ ഒരു എക്സ്പോഷറുള്ള ആൾക്കാരല്ല എന്ന് തന്നെ പറയണം. നമുക്ക് എങ്ങനെയാണോ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ജനറേഷൻ, മുന്നത്തെ ഒരു ജനറേഷനിൽ നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മുന്നേയൊക്കെ പല ട്രാവലോഗിലൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അങ്ങനെ കുറേ ലാംഗ്വേജ് ബാരിയർ ഉള്ളതായിട്ട്. പക്ഷേ ഇന്നത്തെ ഒരു തലമുറ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ കാണുന്നുണ്ട്, അവിടുത്തുകാരായ കുട്ടികൾ തന്നെ അവർ യൂണിവേഴ്സിറ്റിയിൽ ഓപ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ്. അതായത് പുതിയ തലമുറയ്ക്ക് ഒരു ഇന്റർനാഷണൽ ഒരു എക്സ്പോഷർ കിട്ടണമെന്നും അങ്ങനത്തെ മൾട്ടിനാഷണൽ കമ്പനീസ് വരുമ്പോൾ പല കമ്പനീസിന് ശ്രദ്ധിച്ചറിയാം, സർക്കുലറിൽ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ മീറ്റിംഗ് അജണ്ടകളും കാര്യങ്ങളും ഇംഗ്ലീഷിലായിരിക്കണം. അപ്പോൾ അവർക്കും ആ ബാരിയർ പൊട്ടിച്ച് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമല്ല ഇന്ന് യാത്ര ചെയ്യുമ്പോൾ. ഒരു മുന്നത്തെ ഒരു തലമുറ നോക്കുകയാണെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല, ഉണ്ട്, ശരിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു തരി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതും ഇംഗ്ലീഷ് തന്നെയായിരിക്കും, ആ ഒരു ഭാഷ തന്നെയായിരിക്കും. അതല്ലാതെ ഇംഗ്ലീഷ് തീരെ ഇല്ലാതെ അവരുടെ സ്വന്തമായ നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് അങ്ങനെയുള്ള അവരുടേതായ ഭാഷ മാത്രം, അതിന് മാത്രം മുൻഗണന കൊടുക്കുന്ന രാജ്യങ്ങൾ അങ്ങനെയുണ്ടോ സാർ? ഇപ്പോൾ ഫ്രഞ്ച് ആളുകൾക്ക് അങ്ങനെയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ചിൽ നിന്നാണ് ഇംഗ്ലീഷ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒരു തരം താഴ്ന്ന ഭാഷയായിട്ടും നമ്മൾ ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാമെങ്കിൽ പോലും പല ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കില്ല. നമ്മൾ ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചവർ ഫ്രഞ്ചിൽ മറുപടി പറയുള്ളൂ. അത് അവർക്ക് അവരോടുള്ള ഭാഷയുടെ സ്നേഹം കൊണ്ടാണ്, നമ്മളോടുള്ള എരഗൻസോ ഒന്നുമല്ല. അവർ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു ഫ്രഞ്ച്, എനിക്ക് കുറച്ച് ഭാഷകൾ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിലുള്ള സ്ലാങ്ങുകൾ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കറക്റ്റ് ചെയ്യിക്കും. നമ്മളെ ഇരുത്തി അത് കറക്റ്റ് ചെയ്യിച്ച് തന്നിട്ട് നമുക്ക് തോന്നും ഇത്രയും ഭാഷാ സ്നേഹം കൊണ്ടാണോ എന്ന്. ശരിക്കും അത് ഉണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യും അത്. അപ്പൊ അതുകൊണ്ടൊരു നമുക്ക് നമ്മളെ ഒരു മോശക്കാരനായിട്ടോ ഒരു എനിമിയായിട്ട് കാണാം അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടെ ഭാഷ ഇഷ്ടമാണ്, അവരത് പഠിക്കാനായിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഒരു 2 years അല്ലെങ്കിൽ 3 years വരെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ലാംഗ്വേജ് പഠിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് അവരുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ ജോലി ചെയ്തുണ്ടാക്കുന്നു. ആ ഒരു കൾച്ചറാണ് ശരിക്കും നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഒരു കോളേജ് പഠിക്കാനായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയും. ഇപ്പോൾ ഫിൻലാൻഡിലെത്തിയപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു ലേഡി, അവരുടെ മകള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവരുടെ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുക, ആ കുട്ടി ഉണ്ടാക്കി അത് ക്ലാസ്സിൽ എത്തിയിട്ട് വിൽക്കണം എന്നാണ് പറയണത്. അത് എന്തിനാ വെച്ചാൽ നമ്മൾ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനമ്മയുടെ ചെലവിൽ ജീവിക്കുന്നത് ഒരു അപമാനകരമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ അതിനാണല്ലോ നമ്മളൊരു വ്യക്തിത്വം, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത്. നമ്മൾ എല്ലാ കാലവും അച്ഛനമ്മയുടെ കീഴിൽ ജീവിക്കാനല്ലല്ലോ, നമുക്കൊരു ഐഡന്റിറ്റി വേണം, ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ബോധം അവരുടെ ഉള്ളിലെ ചെറുപ്പത്തിലേ അവർ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനെ 2 തലത്തിൽ കാണുന്നതാണ്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്തിനാ അവിടെ പോയിട്ട് റെസ്റ്റോറന്റിൽ. നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് അച്ഛനമ്മ ഫാമിലി എല്ലാവരും കൂടെ. അതെ അച്ഛനമ്മ ഫാമിലി ആയിട്ട് ജീവിക്കണില്ല എന്നല്ല, പക്ഷെ ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞാൽ അവർ റെന്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിയും കൂടെ അതിന്റെ ഒരു ഭാഗമാണെന്ന് അർത്ഥം. അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് അച്ഛനമ്മയോ അനുഭവിക്കുന്ന വിഷമങ്ങളോ ഒന്നും ആരും മക്കൾ അറിയ പോലും ഇല്ല. ഒരു 30 വയസ്സെങ്കിലും ആയിട്ടാവും ഇതൊക്കെ അറിയുന്നത്. മറ്റേത് 18 വയസ്സ് മുതൽ തന്നെ അവരുടെ എല്ലാത്തിന്റെയും. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാർട്ട് ടൈം ജോലിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇവിടുന്ന് പോകുന്ന ഇന്ത്യ കുട്ടികൾ ചെയ്യുന്നത് ഇൻഡോർ ഔട്ട്ഡോർ വർക്കുകളുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലെ വർക്കുകൾ അല്ലെങ്കിൽ ഡെലിവറി വർക്കുകൾ, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ശതമാനം ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഒരു 150ഓളം ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ ഏകദേശം 90 ആളുകൾ മാത്രമേ ഇൻ്റർവ്യൂവിന് തയ്യാറായത്. 60 ആൾക്കാർ അതിൽ പല രീതിയിൽ ഇവിടുന്ന് തെറ്റായ വാഗ്ദാനങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊരിക്കലും തന്നെ ക്യാമറയുടെ മുമ്പിൽ വരാൻ തയ്യാറായിരുന്നില്ല. കാരണം നിങ്ങൾ ആലോചിക്കും, നമ്മൾ അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ് തോന്നി. കാരണം അവരുടെ ചുറ്റും വലിയൊരു സർക്കിള് വിചാരിക്കുന്നത് ഇന്നും മക്കൾ വലിയ നല്ല നിലയിൽ അവിടെ പഠിക്കുക എന്നാണ്. അപ്പോൾ അതറിയാണ്ട് ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ വന്ന് മീഡിയയിൽ സംസാരിക്കുമ്പോൾ അവരുടെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു നാണക്കേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീൽഡിൽ ഒരു റെഗുലേഷൻസ് ഇല്ലെങ്കിലും എന്തും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്തതിന് കാരണം കുട്ടികൾ തയ്യാറാവുന്നില്ല പറയാൻ. അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് പറയാൻ തയ്യാറാവും, നമ്മൾ ഫൈറ്റ് ചെയ്യും. മറിച്ച് വലിയൊരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരിക്കലും അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഈ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് ട്യൂഷൻ ഫീ അടയ്ക്കാം എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഒരിക്കലും അത് പോസിബിൾ അല്ല. മറിച്ച് ഞാൻ പോളണ്ടിലെത്തിയപ്പോൾ നമ്മുടെ ഇതിൽ പബ്ലിഷ് ചെയ്തൊരു വീഡിയോയിൽ കാണാം, ആ കുട്ടികൾ 2020-21 നേരത്താണ് എത്തിയിട്ടുള്ളത് വാർസോവിൽ, പോളണ്ടിൽ. അവർ അന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് അവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, 40 മണിക്കൂറിൻ്റെ ഫുൾ ടൈം ആയിട്ട് തന്നെ അന്ന് ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യുന്ന പിള്ളേരുണ്ട്. പക്ഷെ ആ 40 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഏൺ ചെയ്യുന്ന പൈസ വെച്ചിട്ട് ട്യൂഷൻ ഫീ അടയ്ക്കാമെന്നുള്ള കാൽക്കുലേഷനിലായിരിക്കരുത് ഇവിടുന്ന് വണ്ടി കയറുന്നത്. ഇവിടുന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് പോയി അവിടുന്ന് അഡീഷണലി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം നടത്താം. ഇവിടെ നിന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകി അവിടെ പോയി അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഈ ട്രാപ്പിലകപ്പെട്ട് അവിടെ എത്തുന്നത്? ഈ കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. വർക്ക് വിസ നോക്കുന്ന ആൾക്കാർ ഇപ്പോൾ പരിചയപ്പെട്ട ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു ആ വീഡിയോ പബ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു, ആ കുട്ടി വർക്ക് വിസയിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, വർക്ക് വിസയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കയറി വരണം, നോക്കിയിട്ട് വേണം വരാനായിട്ട്. അവിടെ എത്തിയിട്ട് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഓണർ ചെയ്യപ്പെടില്ല പലപ്പോഴും. പിന്നെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഭയങ്കര ഇൻറ്റീരിയറുകളുണ്ട്. അപ്പോൾ അത്ര ഇൻറ്റീരിയറിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് ഒരു എക്സ്പോഷറും കിട്ടില്ല. അങ്ങനെ എക്സ്പോഷർ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മുടെ എല്ലാ അതിന് ശേഷമുള്ള വർക്കിനെയൊക്കെ ബാധിക്കുന്ന അർത്ഥം. കഴിവതും ക്യാപിറ്റൽ ഏരിയ എന്നൊരു 1 or 2 hours യാത്രയുള്ള ഏരിയയിൽ വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കാനായിട്ട്. അതല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഗൈഡൻസിൽ പോയി കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കാം, പക്ഷെ അവിടെ പഠിച്ചതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും വരില്ല. അപ്പോൾ അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചതുകൊണ്ട് എന്തിനാ അങ്ങനെ പോയി പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന മതിയിൽ അങ്ങനെ പോകാനാണെങ്കിൽ. അതാണ് അവിടുത്തെ ട്രാപ്പ് എന്ന് പറയുന്നത്. അവിടെ മാത്രമല്ല, ഇപ്പോൾ കാനഡയിൽ കാണാം, UK കാണാം, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇതൊക്കെ തന്നെ.
നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണോ നല്ല യൂണിവേഴ്സിറ്റിയും ചീത്ത യൂണിവേഴ്സിറ്റിയും അതൊക്കെ അവിടെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതൊക്കെ തന്നെ. സാർ ഒന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ 14 രാജ്യങ്ങൾ ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര ദിവസം എടുത്തു ഈ 14 രാജ്യങ്ങളും കണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്? 60 ദിവസത്തോളം എടുത്തു. 60 ദിവസം. അത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് ടൗൺ ഏരിയയിലെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ല, ഈ സ്ഥലങ്ങളുടെയൊക്കെ തന്നെ ഇൻറ്റീരിയേഴ്സും എങ്ങനെയാണ്, ആളുകളുടെ രീതികൾ മനസ്സിലാക്കുക, അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ റോഡ് തന്നെ ട്രാവൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ 12,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അതിൻ്റെ ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ ഓട്ടം സീസണിൽ ഞാൻ പോയത്. അപ്പോൾ ഈ വിഷ്വൽസ് നന്നായിട്ട് വരാനായിട്ട് പല സീസണിൽ എങ്ങനെ ഇരിക്കും ആ സ്ഥലങ്ങളെന്ന് അറിയാനായിട്ട്, കാരണം ഓട്ടം സീസൺ കഴിഞ്ഞാൽ പിന്നെ വിൻ്ററാണ്, മഞ്ഞ് പെയ്യും. അപ്പോൾ എൻ്റെ ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇതിന് സാധാരണ ഒരു ഇപ്പോൾ ട്രിപ്പിന് ഞാൻ പോകാറുള്ള നേരത്ത് ഇതൊരു ബുദ്ധിമുട്ടല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസ് ജോലി ചെയ്യുന്ന നേരത്ത് നമ്മൾ കാറിൽ ഹീറ്റർ ഉണ്ടാവും, ഓഫീസിൽ ഹീറ്റർ ഉണ്ടാവും, നമ്മുടെ വീട്ടിലാണെങ്കിലും ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഞ്ഞത്താണ്. അതായത് വളരെ കുറച്ച് നേരമാണ് നമുക്ക് ഹീറ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് കാലൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ ചെയ്ത് തുടങ്ങും. ഇത് ഫിൻലാൻഡിലൊക്കെ എത്തുമ്പോൾ മഞ്ഞത്ത് ചവിട്ടി നിൽക്കുമ്പോൾ നമുക്ക് കാലൊക്കെ വേനിച്ചു തുടങ്ങും. അപ്പോൾ സംസാരിക്കുമ്പോൾ ക്രൂ സംസാരിക്കുമ്പോൾ പറയും സാറും ചിരിക്കുക, പറഞ്ഞു ചിരിക്കുന്നുണ്ടോ, ചിരിക്കാതെയല്ല. ഇതൊക്കെ അത്രയും നേരം നിൽക്കുക, 4 മണിക്കൂറൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ടാർഗറ്റായിരുന്നത്. 2 മാസത്തിൽ തീർക്കുക എന്നുള്ളത്. പലപ്പോഴും മഴ വരും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെയിൻസ് ഉണ്ടായിരിക്കും വിൻ്ററിനോടനുബന്ധിക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഷൂട്ടുകൾ പിന്നെയും നീണ്ടു പോവല്ലേ. അങ്ങനെ കുറേ ചലഞ്ചുകൾ ശരിക്കും പറഞ്ഞാൽ ഫേസ് ചെയ്തിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു വിഷ്വൽസ് വേണ്ട രീതിയിലും നല്ല രീതിയിലുള്ള ആൾക്കാരുടെ ഒരു എക്സ്പോഷറും അവരുടെ അനുഭവങ്ങൾ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റി നമുക്കെന്നാണ് വിശ്വസിക്കുന്നത്. സാർ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ തന്നെ ഈ നമ്മൾ തുടക്കത്തിൽ തൊട്ട് പറഞ്ഞതുപോലെ ഓസ്ട്രേലിയ, US അല്ലെങ്കിൽ ഫ്രാൻസ്, ഇങ്ങനെയുള്ള എല്ലാവരും കേട്ട് പരിചയമുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്, കുറച്ച് നഗരങ്ങളുണ്ട്. അതല്ലാതെ ഇപ്പോൾ പോയി കണ്ടിട്ട് നമ്മൾ അത്ര കേട്ട് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ അയ്യോ ഈ നാട് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം? എല്ലാ നാടിനും എനിക്ക് തോന്നുന്നത് ഓരോ രീതിയിലുള്ള ഭംഗിയാണ്. ഇപ്പോൾ പോളണ്ടിൽ സാക്കോപാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്. അത് ഭയങ്കര ഭംഗിയാണ്. ഒരു 4 മണിക്കൂറോളം ട്രക്ക് ചെയ്യാണ്ട്, പക്ഷെ ഭയങ്കര രസമാണ് ടോപ്പിലെത്തി കഴിഞ്ഞാൽ. അതേസമയം പാരീസിൽ നിന്ന് ഒരു 5 മണിക്കൂർ യാത്ര ചെയ്ത സദേൺ ഫ്രാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീച്ചിൻ്റെ സൗന്ദര്യമാണ്. നെതർലാൻഡ്സിലെ ഹൈത്തൂണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കനാലിലൂടെ, നല്ല റിവറിൻ്റെ അടുത്തോട് കനാല് കയറി എല്ലാ ചുറ്റും വീടുകളായിട്ട് ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ ഭംഗി പറഞ്ഞ പോലെ തന്നെ ഓരോ രാജ്യത്തിന് അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി വ്യത്യസ്തമല്ലേ, ഓരോ അനുഭവങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെ രസമുണ്ട്. എല്ലാം നോക്കുമ്പോൾ യൂറോപ്പ് ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കമ്പയർഡ് ടു എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയോ അയർലാൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ്. ഭംഗിക്ക് പേര് കേട്ടാണ് ശരിക്കും അയർലാൻഡ്. ബാക്കി ഇപ്പോൾ കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ അങ്ങനെ അത്ര അതിസൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കമ്പയർഡ് ടു യൂറോപ്പൊക്കെ. സാറ് യാത്ര ചെയ്യാൻ ഓരോ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ക്രൈറ്റീരിയ എന്താണ് ശരിക്കും? ഞാൻ യാത്ര പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിഷ്ടമാണ് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ഒന്നും ആദ്യം കാണിക്കാതിരുന്നത്, ഓസ്ട്രേലിയ ട്യൂഷൻ ഫീ ഒക്കെ വളരെ ഹൈ ആണ്. അപ്പോൾ എല്ലാവർക്കും അത് എഫോർഡ് ചെയ്യില്ല. അപ്പോൾ കുട്ടികൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻസ് ആദ്യം കാണിച്ചു കൊടുക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് ഫസ്റ്റ് യൂറോപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ കാനഡ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് കാണിക്കാനില്ല. അങ്ങനെയാണ് യൂറോപ്പിലേക്ക് എത്തുന്നത്. അതല്ല സാറിപ്പോൾ ഈ പ്രോഗ്രാമിനൊന്നും വേണ്ടി അല്ലാതെ ഒറ്റയ്ക്ക് പോവാണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവാണ്, ആ ഒരു രീതിയിലാണ് ട്രിപ്പെങ്കിൽ എങ്ങനെയായിരിക്കും ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക? ഞാൻ സത്യം പറഞ്ഞ റാൻഡം പിക്കാണ്. ഒരു 100 രാജ്യങ്ങളെങ്കിലും എത്തണം എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിൽ 10-30ഓളം രാജ്യങ്ങളായി. അപ്പോൾ ഇനി ഒരു 70 രാജ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന രാജ്യം നമുക്ക് പരമാവധി രാജ്യം കണ്ടു തീർക്കുക എന്നാണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് വേറെ ഒന്നുമില്ല, ഓരോന്നും പുതിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ പരമാവധി രാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഹിന്ദി പടം ഉണ്ടല്ലോ രൺബീർ കപൂറിൻ്റെ യെ ജവാനി ഹേ ദിവാനി, അതിൽ പുള്ളി എനിക്ക് ഇന്ന സ്ഥലങ്ങൾ കാണണമെന്ന് ഓൾറെഡി നേരത്തെ തന്നെ കൂട്ടി കഴിച്ച് വെക്കുന്നുണ്ട്. സാർ അങ്ങനെ എന്തെങ്കിലും? ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നത് മുഴുവൻ ഞാൻ മാറ്റി. കാരണം ഇപ്പോൾ സ്വിറ്റ്സർലാൻഡാണ് എല്ലാവരുടെയും ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഓസ്ട്രേലിയ സാൽസ്ബർഗിലേക്ക് നമ്മൾ പോകുമ്പോൾ അതേ ഒരു ലാൻഡ്സ്കേപ്പും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. വളരെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലാണോ എത്തിയത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എനിക്ക് തോന്നിയപ്പോൾ കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ ഭംഗിയുടെ അവസാന വാക്ക് നമ്മുടെ മനസ്സിൽ കയറുന്നതാണത്. ഓരോ രാജ്യത്തും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്.
ആ സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യും വേണം. ഇന്ന രാജ്യത്തിൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണെന്ന് നമുക്കപ്പോൾ അവിടെ പോവാതെ തന്നെ പല രാജ്യങ്ങളും കണ്ട ഒരു ഫീലാണുള്ളത്. അതല്ലാതെ ഈ നല്ല മുഖങ്ങളല്ലാതെ സങ്കടപ്പെടുന്ന മുഖങ്ങൾ വല്ലതും അവിടെ ആ തെരുവുകളിൽ അവിടെ മറ്റ് രാജ്യങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പേടിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സാക്കോപാനയിൽ നിന്ന് തന്നെയാണ്. അതൊരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രക്കിംഗ് ആൾക്കാർ ചെയ്യുന്ന ഒരു ട്രക്കിംഗ് ആണ് ശരിക്കും. അപ്പോൾ എനിക്ക് ഇത്തിരി ഹൈറ്റ് കൂടുമ്പോൾ ഇത്തിരി ചെറിയൊരു പേടിയുള്ള വ്യക്തിയാണ്. ഹൈറ്റിനോടൊരു പേടിയുള്ളതാണ്. അപ്പോൾ എന്നാൽ ഈ വിഷ്വൽ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പോളണ്ട് നമ്മൾ കാണുന്ന ടിപ്പിക്കലി ഉള്ള നഗരങ്ങളല്ലാണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷ്വൽസും കാണിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ട്രക്ക് ചെയ്ത് തുടങ്ങി. രാവിലെ 11 മണിക്ക് 10:30-11 മണിയാകുമ്പോൾ കയറി തുടങ്ങി. 2-2:30 ആകുമ്പോഴാണ് മുകളിലെത്തിയത്. ഭയങ്കര പേടിപ്പിക്കുന്ന അനുഭവമായിരുന്നു. ഒരു സൈഡ് ഫുൾ കൊക്കയാണ്, ഇപ്പുറ സൈഡ് പാറക്കെട്ടാണ്, നല്ല കാറ്റും. അവർ യൂറോപ്യൻസ് ആക്ച്വലി അവരുടെ ചെറിയ കുട്ടികൾ വരെ സ്റ്റിക്കൊക്കെ വെച്ച് സുഖമായിട്ട് പോകുന്നുണ്ട്. നമ്മളിവിടെ നിലത്താണ് കിടക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. പരിചയമില്ലല്ലോ, അതിന് പറ്റിയൊരു വേഷത്തിലല്ല പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ട്രക്കിംഗ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ 4 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും. പിന്നെ ഇരുട്ടായ പിന്നെ മൃഗങ്ങളുണ്ട് അവിടെ, കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. മുകളിലെത്തി ഇതേ വഴി തിരിച്ചിറങ്ങാൻ പറ്റില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇറങ്ങാനുള്ളൊരു വഴി എന്ന് പറയുന്നത് കുറച്ച് എളുപ്പത്തിലെത്തുന്ന വഴി എന്ന് പറയുന്നതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഗംഭീരയുടെ കൊക്കിങ് ചെറിയൊരു നടപ്പാത പോലെയുള്ളൂ. അപ്പോൾ നമ്മൾ പിടിച്ച് ഇങ്ങനെ പതുക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ ഒരു ഒപ്പം ഉണ്ടായിരുന്ന ക്രൂവിലുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിലും പേടിച്ചു പോയി, എന്താ ചെയ്യണമെന്ന് അറിയില്ല നമുക്ക്. ആ നേരത്ത് ഞാൻ പറയാം, ആൾക്കാർ നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അന്ന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തൊരു പോളിഷ് കപ്പിളാണ്, പോളണ്ടുകാരായിട്ടുള്ള ഒരു സ്ത്രീയും ഒരു ഭർത്താവുമാണ്. അവർ നമ്മളെ കൈ പിടിച്ച്, അവർ ട്രക്കിംഗ് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. അവരാണ് ആ വഴി നമ്മളെ കടത്തി വിടാനായിട്ട്. ഞാൻ എൻ്റെ വിഷ്വൽ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അവരായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു ലൈഫ് ത്രെറ്റനിങ് തന്നെയായിരുന്നു ശരിക്കും. ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കുക, അത്രയും ഹൈറ്റിൽ നിൽക്കുക, ഒരു സൈഡിൽ ഒരു കൊക്കയും ഒരു സൈഡ് നമ്മൾ പാറയും. അപ്പോൾ നമുക്ക് ഒരു ബാലൻസ് കിട്ടാത്ത പോലെയാണ്. ഈ കാറ്റടിക്കുമ്പോഴൊക്കെ നമ്മുടെ ബാലൻസ് പോവും, കാല് തെന്നും പെട്ടെന്ന്. അപ്പോൾ തിരിച്ചെത്തുമെന്ന് അറിയില്ല, ഇടയ്ക്ക് നിൽക്കാൻ പറ്റില്ല കാരണം കാടാണ്. അപ്പോൾ ആകെ ഒരു പേടിച്ചു പോയൊരു സന്ദർഭമായിരുന്നു ശരിക്കും. മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് സാക്കോപാന തന്നത്. സാർ ഇപ്പോൾ പറഞ്ഞു ഹെൽപ്പ് ചെയ്തതൊരു പോളിഷ് കപ്പിളായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ നല്ല കാര്യമല്ലാതെ എന്തെങ്കിലും മോശം അനുഭവം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, മറ്റു രാജ്യങ്ങളിലെത്തിയ അല്ലെങ്കിൽ മലയാളികളാണ് പുറത്തെത്തിയ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ. എനിക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അവിടെ ഞാൻ കണ്ട ആൾക്കാർ വളരെ ഹെൽപ്പിംഗ് ആയിരുന്നു. മലയാളികളെല്ലാം തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം അത്രയും സക്സസ്ഫുൾ ആക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മോശം അനുഭവം ഒന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ആണെങ്കിൽ ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഈ പറയുന്നത് പോലെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകാൻ ഡെഫിനറ്റ്ലി ട്രിപ്പിൻ്റെ ആസ്പെക്റ്റിൽ ഒന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളവിടെ സെറ്റിൽ ചെയ്യാൻ പോവുക, പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ് നേരത്തെ പറഞ്ഞത്. പെട്ടുപോയിട്ടുള്ള ആൾക്കാർ ഏകദേശം ഒരു 50-60ഓളം ആൾക്കാർ അവർ വില്ലിങ് ആയിരുന്നില്ല വരാനായിട്ട്. അവരെ തുറന്നു പറയാൻ വേണ്ട, കുഴപ്പമില്ല, അത് ഞങ്ങൾ ഇവിടെ തന്നെ ജീവിച്ചോളാം, പ്രശ്നമില്ല, ഞങ്ങളുടേതായിട്ടുള്ള രീതികളിൽ മുന്നോട്ട് പോയിക്കോളാം എന്ന് പറയുന്നത്. ഒരു രാജ്യം കാണാൻ പോകുന്ന ഒരു മൈൻഡ് സെറ്റും സെറ്റിൽ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഡിഫറെൻ്റ് ആണ്, രണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, ഏതായാലും വളരെയധികം നന്ദി സാർ, ഇത്രയധികം സമയം നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ വിശദീകരിച്ചത്. താങ്ക് യു.